ഏറ്റവും സങ്കടകരമായ കാര്യം ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ലെവിൻ പോയി ചിത്രീകരിച്ച അവിടെയുള്ള ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എത്ര പേർ അപകടത്തിൽപ്പെട്ടു, ഇതിൽ ആർക്കെങ്കിലുമൊക്കെ ജീവൻ നഷ്ടമായോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഒരു നാടൊന്നാകെ ഒരു പൂരത്തിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കണ്ണീർ വാർത്ത എത്തുന്നത്. സമീപകാലങ്ങളിലൊന്നും തൃശ്ശൂരിൽ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ദുരന്ത വാർത്ത എത്തുന്നത് ഇതിപ്പോൾ ലെവിൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഈ പ്രധാനമായിട്ടും സാമ്പിൾ വെടിക്കെട്ട്, പ്രധാന വെടിക്കെട്ട്, പകൽപൂരം തുടങ്ങിയവയാണല്ലോ. അപ്പോൾ ഇത് എല്ലാത്തിനുമുള്ള പടക്ക നിർമ്മാണശാലയായിരുന്നു. അത് എത്ര കിലോയോളം സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ വരുന്നുണ്ടോ? സേതു പറഞ്ഞ പോലെ തന്നെയാണ്. പ്രധാന വെടിക്കെട്ട്, സാമ്പിൾ വെടിക്കെട്ട്, ഉച്ച വെടിക്കെട്ട് എന്നിങ്ങനെ 3 വെടിക്കെട്ടുകളാണ് തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായി നടക്കാറുള്ളത്. ഈ വെടിക്കെട്ടിന്റെ മുഴുവൻ സാമഗ്രികളും, അതായത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ കീഴിലുള്ള വെടിക്കെട്ടിന്റെ മുഴുവൻ സാമഗ്രികളും നിർമ്മിക്കുന്നതും അത് മറ്റ് അതായത് കമ്പപ്പുരയിലേക്ക് മാറ്റുന്നതുമെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ്. ഒരു ശരാശരി നമുക്ക് എത്രയൊക്കെ സാങ്കേതികത്വവും സുരക്ഷാ മാനദണ്ഡങ്ങളും പറഞ്ഞാൽ പോലും നിയമാനുസൃതമായ അളവിൽ 6 ടൺ വെടിമരുന്നുകളാണ് ഇവിടെ ശേഖരിക്കാൻ കഴിയുക. അതിനുള്ള ലൈസൻസാണ് ദേവസ്വങ്ങൾക്ക് നൽകിയിരിക്കുക. ഒരു വെടിക്കെട്ടിന് ശരാശരി 2 ടൺ എന്നുള്ള നിലയിലാണ് ഇവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ദേവസ്വത്തിൻ്റെ തന്നെ അനൗദ്യോഗികമായ ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമായതും അന്വേഷിച്ച് തെരഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ പ്രകാരം തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു വെടിക്കെട്ടിന് ഏറ്റവും ചുരുങ്ങിയത് 50 ലക്ഷം രൂപയുടെ വെടിക്കെട്ട് നിർമ്മാണ സാമഗ്രികൾ വാങ്ങാറുണ്ട് അല്ലെങ്കിൽ സംഭരിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതൊരു ഔദ്യോഗിക വിവരമല്ല. നമ്മുടെ ചില സുഹൃത്തുക്കൾ മുഖേന, ദേവസ്വവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ മുഖേന നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിവരമാണ്. അത്തരത്തിൽ വലിയ തോതിൽ 50 ലക്ഷം രൂപയുടെ വെടിമരുന്നുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ആയിരിക്കും. 6 ടൺ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഭീമമായ നിലയിൽ സ്ഫോടനം നടത്താൻ ശക്തി എത്രത്തോളമാണ് എന്ന് നമുക്ക് അത്ര തന്നെ ചെയ്തു. അങ്ങനെ തന്നെയാണ്. ഇത് ഒരു വിഭാഗത്തിൻ്റെ മാത്രമാണ് എന്നുള്ളതാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രത്യേകത. 6 ടണ്ണ് ഒരു വിഭാഗത്തിന് അനുവദിക്കപ്പെടുന്നുണ്ടെങ്കിൽ 12 ടൺ വെടിമരുന്ന്, 12,000 കിലോയോളം വെടിമരുന്നാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ 3 ദിവസങ്ങളിലായി പൊട്ടുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെ നടന്ന ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള മുണ്ടത്തിക്കോട് ആണ് ഇപ്പോൾ ഈ സ്ഫോടനം നടന്നത് എങ്കിൽ തിരുവപ്പാറമേക്കാവ് വിഭാഗത്തിൻ്റേത് സംഭരിക്കുന്നതും വെടിമരുന്നുകൾ മറ്റും സൂക്ഷിക്കുന്നതും സൃഷ്ടിക്കുന്നതുമെല്ലാം പാലക്കാട് മുതലമടയിലെ ഒരു സംഭരണ കേന്ദ്രത്തിലാണ്. അവിടെയും സമാനമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ വന്നപ്പോൾ പറഞ്ഞല്ലോ സേതു, ഇവിടെ വന്ന് കണ്ട ആളുകൾ പറഞ്ഞത് അത്രത്തോളം അപകടം നിറഞ്ഞൊരു ജോലി ചെയ്യുമ്പോഴും വലിയ സന്തോഷത്തോടു കൂടിയാണ് അവർ ഒരു പൂരത്തെ വരവേൽക്കുന്നതിന് അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. 28 വർഷമായി, 40 വർഷമായി, 13 വർഷമായി തുടർച്ചയായി ഈ ജോലി ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ ഈ രംഗത്ത് ജോലി ചെയ്യുന്ന കരിമരുന്ന് കലാകാരന്മാർ എന്നാണ് അവരെ വിശേഷിപ്പിക്കാറുള്ളത്. നമ്മൾ അത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞ് തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ചേലക്കരയിലും തൃശ്ശൂരും മുണ്ടത്തിക്കോടും വടക്കാഞ്ചേരിയിലും മലപ്പുറം ജില്ലയിലെ എടപ്പാളിലും ഒക്കെയുള്ള ആളുകളെ കണ്ട് നമുക്ക് രാവിലെ സംസാരിക്കാൻ പറ്റി. അവരൊക്കെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ ജോലികൾ ചെയ്യുന്നത്. ഓരോ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ആണ് അവരെല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കപ്പോഴും നമുക്കത് പറയാനും ബുദ്ധിമുട്ടുണ്ട് അല്പം. കാരണം ആളുകളൊക്കെ അവരിവിടെ നിന്ന് ഒന്നിച്ച് വരുന്നു. അവിടെ വന്ന് രാവിലെ 7 മണിയോടുകൂടി വരുന്നു. ഇവിടെ തന്നെയാണ് അവരുടെ ഭക്ഷണം, ഊണ്, ഉറക്കം, വിശ്രമം. വൈകിട്ട് 7 മണിയോടുകൂടി ജോലി തീർത്താണ് പലരും മടങ്ങാറുള്ളത്. ഈ സീസൺ ലെവലിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ അവിടെ നിന്നൊരു പുതിയ ദൃശ്യം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക്
സമരാവേശത്തിൽ നിൽക്കുന്ന ഒരു ജനതയുടെ മുന്നിലേക്കാണ് ഒരു വെള്ളിടി പോലെ ഈ ദുരന്ത വാർത്ത എത്തിച്ചേർന്നത്. തൃശൂർ പടക്ക നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ ഉഗ്രസ്ഫോടനത്തിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടതും. ലെവിൻ കെ വിജയൻ തുടരുന്നുണ്ട്. നമുക്കിപ്പം ലെവിൻ, നമ്മൾ ഇതിനൊപ്പം തന്നെ തത്സമയ ദൃശ്യങ്ങൾ കൂടി നേരത്തെ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫയർഫോഴ്സിന് ഏറെക്കുറെ ആ സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞു അല്ലേ? ഒരു നമ്പറിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം നമ്മളാരും അത്തരത്തിലൊരു നമ്പറിലേക്ക് പോകരുതെന്ന് നമ്മളെല്ലാവരും തന്നെ സേതു, ഫയർഫോഴ്സ് എത്തി ഒരു ഭാഗത്ത് തീ അണയ്ക്കുമ്പോൾ മറുഭാഗത്ത് സ്ഫോടനം ഉണ്ടാവുകയും അതിന്റെ മധ്യഭാഗത്തായി, ഈ സ്ഥലത്തിന്റെ മധ്യഭാഗത്തായി വീണ്ടും തീ കത്തുകയും അവിടെ പടക്കങ്ങൾ പൊട്ടിത്തെറിക്കുകയും സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്കും ഒരുപക്ഷെ നിസ്സഹായരാണ്. കാരണം അവർ ഈ പാടത്തിന് നടുവിലൂടെ വഴിയൊരുക്കി, JCB ഉപയോഗിച്ചുകൊണ്ട് പാടത്തു നിന്ന് വഴിയൊരുക്കി അവിടെ ഫയർ എഞ്ചിൻ എത്തിച്ച് അവിടെ നിന്നും വെള്ളം പമ്പ് ചെയ്ത് തൊട്ടടുത്ത പ്രദേശത്ത് വരെ എത്തിച്ച് ഒരു ഭാഗത്ത് തീ അണയ്ക്കുമ്പോൾ മറുഭാഗത്ത് വീണ്ടും തീ കത്തുകയും സ്ഫോടനം നടക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്